നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടന്ന സമയത്ത് ടാബ്ലറ്റുകൾക്ക് വലിയൊരു ആവശ്യക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും ടാബ്ലറ്റുകളുടെ മാർക്കറ്റ് സജീവമായിരിക്കാം. അതുകൊണ്ടായിരിക്കണമല്ലോ റിയൽമി ഇത്രയും പ്രൈസ് കുറഞ്ഞ ഒരു ടാബ്ലറ്റ് പുറത്തിറക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് അൺബോക്സ് ചെയ്ത് അതിൻ്റെ വിശേഷങ്ങൾ പരിചയപ്പെടാം. ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രത്യേകത, നമുക്കൊരു സ്മാർട്ട് ഫോൺ, നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന പ്രൈസ് പോലും കൊടുക്കേണ്ട ഈ ഒരു ടാബ്ലറ്റിന് എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും റിയൽമി പാഡ് മിനി അൺബോക്സ് ചെയ്യുമ്പോൾ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതായിരിക്കും നമ്മുടെ ടാബ്ലറ്റ്. നമുക്കതിലേക്ക് വരാം. കൂടാതെ ഇതിനകത്തുള്ളത് ഈ ഒരു സൈഡിൽ ഒന്നും ഇല്ല. ഇവിടെ രണ്ട് ചെറിയ പേപ്പർ ബോക്സ്, അതിനകത്ത് ഒന്നിനകത്ത് ഇതുപോലെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബോക്സിനകത്ത് സ്വാഭാവികമായിട്ടും ചാർജർ ആയിരിക്കും വരിക. ഈ ഒരു രണ്ടാമത്തെ ബോക്സിനകത്ത് ചാർജറും അതിൻ്റെ കേബിളുമാണുള്ളത്. അപ്പോൾ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം നൽകിയിരിക്കുന്നത്. അതുപോലെ ടൈപ്പ് സി ചാർജിങ് കേബിളാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. കൂടാതെ ഇതിനകത്തൊരു സിം ഇജക്ടർ പിൻ ഈ ബോക്സിനകത്ത് ഇതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ടാബ്ലറ്റിലേക്ക് വരാം. ഇതായിരിക്കും നമ്മുടെ ടാബ്ലറ്റ്. വളരെ കോമ്പാക്റ്റ് സൈസ്, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസ് തന്നെയാണ്. ഇത് കയ്യിലൊക്കെ ഒതുങ്ങുന്ന വളരെ ചെറിയ ഒരു സൈസ്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു യൂണിബോഡി മെറ്റാലിക് ബാക്കാണ് നൽകിയിരിക്കുന്നത്. അലുമിനിയം കൊണ്ടുള്ളൊരു മെറ്റാലിക് ബാക്കാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കണ്ടില്ലേ, സാധാരണ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ക്യാമറ മൊഡ്യൂൾ വേറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തിനായാലും നല്ല ഒരു സ്മാർട്ട് ഫോണിലൊക്കെ ക്യാമറ മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത് പോലെ കാണാൻ ഭംഗിയുള്ളൊരു ക്യാമറ മൊഡ്യൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ റിയൽമിയുടെ ഫോണുകളിലേതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി മനോഹരം. ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രൈസ് റേഞ്ചിലുള്ള ടാബ്ലറ്റ് ആണെന്ന് കണ്ടാൽ പറയുകയില്ല. അതിൽ നിന്നും കൂടിയ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നത്. വളരെ കോമ്പാക്റ്റ് സൈസ് തന്നെയാണ്. ഇനി ഇതിൻ്റെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാം വലത് സൈഡിൽ. താഴെ വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല്, USB ടൈപ്പ് സി ചാർജിങ് പോർട്ട്, അതുപോലെ മൈക്രോഫോൺ. മുകളിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഇവിടെ സിം ട്രേ കൊടുത്തിട്ടുണ്ട്. ഓർക്കുക, ഇതിനകത്ത് നമുക്ക് 2 സിം കാർഡുകൾ വരെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് LTE വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. വൈഫൈ ഒള്ളിയും ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ മുകളിലായിട്ട് ഇതുപോലെ ഒരു 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ രണ്ടാമത്തെ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ഔട്ട് നൽകുന്ന ഭാഗവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ. ഇവിടെ 8MB ക്യാമറയാണെന്ന് ഇതുപോലെ ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. എന്ത് തന്നെയായാലും നമുക്ക് ഈ ഒരു റിയൽമി പാഡ് മിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ റിയൽമി എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഈ ഒരു ടാബ്ലറ്റിൻ്റെ തിക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ 7.6 mm മാത്രമേ ഉള്ളൂ. ഒരു സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ തിക്നെസ് മാത്രം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത്തരത്തിലൊരു സ്മാർട്ട് ഫോണൊക്കെ കണ്ടില്ലേ, ഒരേ തിക്നെസ്സാണ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ വെറും 372 ഗ്രാം ഭാരം മാത്രം. മൊത്തത്തിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. 372 ഗ്രാമാണ്. കൊള്ളാം. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി സൂപ്പർ. അതുപോലെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഫേസ് അൺലോക്ക് സംവിധാനം നൽകിയിട്ടുണ്ട്. പക്ഷേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കൊടുത്തിട്ടില്ല എന്നുള്ളതും ഓർക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ടാബ്ലറ്റ് എങ്ങനെയാണോ അതുപോലെ നമുക്ക് മൊത്തത്തിൽ തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 8.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതും 1340x800 ആണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ ഈ ഒരു ടാബ്ലറ്റിന് റിയൽമി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മുകളിലും താഴെയും കാണുന്ന ഈ 2 ഭാഗമുണ്ടല്ലോ, വശങ്ങളിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വശങ്ങളിൽ നിന്ന് വേണമെങ്കിൽ പറയാം, ഈ 2 ഭാഗത്തെ ബെസലുകൾ ഒരല്പം ആവറേജ് സൈസിൽ നിന്നും സൈസ് ഒരല്പം കൂടുതലായിട്ട് തോന്നി. എന്നാൽ ഇടത് സൈഡിലെയും വലത് സൈഡിലെയും ഈ 2 വശങ്ങളിലെ ബെസലുകൾ പൊതുവെ കനം കുറഞ്ഞതുമാണ്. എന്ത് തന്നെയായാലും ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ക്വാളിറ്റി തന്നെയുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ബ്രൈറ്റ്നസ് വന്നിട്ട് ഏകദേശം 50% മാത്രമാണ് വെച്ചിരിക്കുന്നത്. മാക്സിമം ബ്രൈറ്റ്നസ് വെച്ച് കഴിഞ്ഞാൽ 360 നിറ്റ്സാണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. ഇൻഡോറിലൊക്കെ ഓക്കെയാണ്. ഔട്ട്ഡോറിലും മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ബ്രൈറ്റ്നസ് സൃഷ്ടിക്കില്ല. എന്തായാലും 360 നിറ്റ്സാണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് കണ്ടു കഴിഞ്ഞാൽ പ്യുവർ ആൻഡ്രോയിഡ് ഇൻ്റർഫേസ് ആണെന്നേ തോന്നുകയുള്ളൂ. ആൻഡ്രോയിഡ് 11 അധീക്ഷിതമായി റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI R എഡിഷനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ റിയൽമിയുടെ UI ഇതിനകത്ത് നൽകിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നെങ്കിലും കണ്ടാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെന്നേ പറയുകയുള്ളൂ. അത് ഒരു വലിയ നേട്ടമായിട്ട് പറയട്ടെ. ഇതിനകത്ത് ഇൻസ്റ്റാളായിട്ട് വരുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞാലും അധികം ബ്ലോട്ട് വൈസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്.
സാധാരണ റിയൽമി സ്മാർട്ട് ഫോണുകളിൽ കുറച്ചുകൂടിയൊക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായാൽ പോലും ബ്ലോട്ട്വെയറുകൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിൽ അനാവശ്യ ആപ്ലിക്കേഷനുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നില്ല. ഗൂഗിളിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് എടുത്തു പറയട്ടെ. ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിരിക്കുന്ന ഈ ഒരു ടാബ്ലറ്റിൽ ഡുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റീരിയോ ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മൊബൈലിൻ്റെ ഒരു നല്ല ഫോണിൻ്റെ വില പോലും ആകുന്നില്ല. ആ പ്രൈസ് റേഞ്ചിൽ പക്ഷേ മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട്, എക്സ്പെഷ്യലി മനോഹരമായിട്ടുള്ള സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ ലഭിക്കുന്നുണ്ട്. സാധാരണ സ്മാർട്ട് ഫോണുകളിലൊക്കെ സ്റ്റീരിയോ സ്പീക്കറുകൾ കൊടുക്കാറുണ്ടെങ്കിലും പലപ്പോഴും ഒരു സ്പീക്കർ എന്ന് പറയുന്ന ഇയർ പീസിലാണ് കൊടുക്കുന്നത്. അതിൽ നിന്നുള്ള സൗണ്ട് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ ഇവിടെ 2 ഡെഡിക്കേറ്റഡ് സ്പീക്കർ തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ടാബ്ലറ്റിലൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂവിയൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാലും LCD ഡിസ്പ്ലേ ആണെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ആ ഒരു ബെസലിൻ്റെ ഒരു സൈസ് ഒരല്പം കൂടുതലാണ്. അത് അല്പം കുറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ എന്ന് തോന്നി. എന്നതൊഴിച്ചാൽ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ എന്തായാലും റിയൽമി ഈ ഒരു ടാബ്ലറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയുടെ പൊസിഷനിങ് ഡിസ്പ്ലേയിൽ നിന്ന് മാറി ഈ പറഞ്ഞതുപോലെ ആ ഒരു ബെസലിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ചില വലിയ ഡിസ്പ്ലേ ഉള്ള ടാബ്ലറ്റിലൊക്കെ ഫോണിലൊക്കെ വരുന്നത് പോലെ പഞ്ച് ഹോളായിട്ട് ഫ്രണ്ട് ക്യാമറ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ബെസൽ തന്നെയാണ് ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ വ്യൂയിങ് അനുഭവത്തെ ഈ ഒരു ക്യാമറ മറക്കുന്നില്ല എന്ന് എടുത്തു പറയട്ടെ. മനോഹരമായിട്ടുള്ള വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ്. അതുപോലെ ഈ ഒരു ടാബ്ലറ്റിന് വൈഡ് വൈൻ L1 സപ്പോർട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ ഓൺലൈൻ കണ്ടന്റുകൾ നമുക്ക് HD തന്നെ നമുക്ക് ഇതിനകത്ത് സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കും. അടുത്തായിട്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിസോക്കിൻ്റെ T616 എന്ന ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിന് കരുത്ത് പകരുന്നത്. ഇതൊരു 12nm പ്രോസസ്സറാണ്. നല്ല ഒരുവിധം മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു AnTuTu സ്കോർ പരിശോധിച്ചാൽ ഏകദേശം 2,21,000-ലധികമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ 3GB റാം വേരിയൻറ്റുമുണ്ട്, 4GB റാം വേരിയൻറ്റുമുണ്ട്. മാത്രമല്ല ഇന്റൽ മെമ്മറിയുടെ കേസിലേക്ക് വരുമ്പോൾ 32GBയും 64GB വേരിയൻറ്റുമുണ്ട്. അതായത് 3GB 32GBയും 4GB 64GBയും ഇങ്ങനെ 2 വേരിയൻറ്റിലാണ് ഈ ഒരു ടാബ്ലറ്റ് ലഭ്യമാവുക. BGMI പോലുള്ള ഗെയിമുകളൊക്കെ ഒരു മീഡിയം സെറ്റിങ്സിൽ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ച് കളിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്നതിനേക്കാൾ അല്പം ബുദ്ധിമുട്ടാണ് പൊതുവെ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം മറിച്ചാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഒരു ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു ടാബ്ലറ്റിൻ്റെ ബാക്കിൽ ഒരു ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 8 മെഗാപിക്സലിൻ്റെ ഒരു HD ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് 5 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഓർക്ക് നമ്മൾ ഒരിക്കലും ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ടൊന്നും പുറത്തു പോയി ഫോട്ടോകളൊന്നും അധികം എടുക്കാറില്ല അല്ലേ. സാധാരണ ടാബ്ലറ്റിൻ്റെയൊക്കെ ക്യാമറകൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിന് ഇതിൻ്റെ ക്യാമറ ഓക്കെയാണ്. ഒരു ഭയങ്കര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിൽ പോലും സാമാന്യം തരക്കേടില്ലാത്ത ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റ് നൽകുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ ഒരു ക്വാളിറ്റി കൂടി നോക്കിയാൽ അല്ലേ, തരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റ് ഫ്രണ്ട് ക്യാമറയിലും നൽകുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6400 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു സ്മാർട്ട് ഫോണിൽ 6000 mAh ഒക്കെ കേട്ട് നമുക്ക് പരിചിതമാണ്. ഇതിനകത്ത് 6400 mAh ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സ്ക്രീനിൻ്റെ സൈസ് ഒരു ഭയങ്കര സൈസ് വരുന്നില്ലല്ലോ. 8.7 ഇഞ്ചാണ് സ്ക്രീൻ സൈസ്. അപ്പോൾ ആ ഒരു വലിയ സ്ക്രീനിന് 6400 mAh ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ ഫുൾ ടൈം ഉപയോഗിച്ചാൽ പോലും ഏകദേശം ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് ഈ ഒരു 6400 mAh ഈ ഒരു ടാബ്ലറ്റിൽ നൽകും. അതുപോലെ അത് ചാർജ് ചെയ്യാനായിട്ട് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. ഗ്രേ, ബ്ലൂ എന്നീ 2 നിറങ്ങളിലാണ് ഈ ഒരു ടാബ്ലറ്റ് ലഭ്യമാവുക. നമ്മളിവിടെ പരിശോധിക്കുന്നത് ഗ്രേ കളർ വേരിയൻ്റ് ആണ്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സിം ട്രേ നമുക്ക് നോക്കാം. ഓർക്കുക, ഇത് വൈഫൈ ഓൺലി വേരിയൻറ്റുമുണ്ട്, അതുപോലെ LTE വേരിയൻറ്റും ഉണ്ട്. അപ്പോൾ LTE വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് സിം കാർഡ് ഇടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ ഇത് LTE വേരിയൻ്റ് ആണ്.
ഈ ഒരു LT വേരിയൻറ്റിൽ ഇത്തരത്തിലൊരു ഹൈബ്രിഡ് സിം സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് വേണമെങ്കിൽ നമുക്ക് 2 സിം കാർഡുകൾ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരേ സമയം നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനകത്ത് LT വേരിയൻറ്റിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ LT വേരിയൻറ്റിൻ്റെ എടുത്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ഗോയിൽ നമുക്ക് നെറ്റ് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസ് ഞാൻ പറയാം. അതായത് വൈഫൈ ഓൺലി, നമുക്ക് സിം ഇടാൻ സാധിക്കാത്ത വൈഫൈ ഓൺലി ആണ് 3GB 32GB വേരിയൻറ്റ് ബേസ് വേരിയൻറ്റ് എടുത്താൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 10,999 രൂപ മാത്രമാണ്. എന്നാൽ 3GB 32GBയുടെ തന്നെ സിം കാർഡ് ഇട്ട് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റുന്ന LT വേരിയൻറ്റ് എടുത്താൽ 10,999 എന്ന പ്രൈസ് 12,999 രൂപയിലേക്ക് കൂടും. 2000 രൂപ കൂടി കൂടും LT വേരിയൻറ്റിന്. അതുപോലെ 4GB 64GB അത് വൈഫൈ ഓൺലി മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ 12,999 രൂപയ്ക്ക് നമുക്കത് വാങ്ങാൻ സാധിക്കും. ഇനി 4GB 64GB LT വേരിയൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 14,999 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് വാങ്ങാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ടാബ്ലറ്റിൻ്റെ വില എന്ന് പറയുന്നത് 10,999 രൂപ മുതൽ 14,999 രൂപ വരെ വേരി ചെയ്യുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10,999 രൂപയ്ക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 3GB 32GB എടുത്താലും വർത്താണ്. കാരണം ഇതിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ LT വേരിയൻ്റ് എടുക്കണം എന്നില്ല. നമ്മൾ LT വേരിയൻ്റ് എടുത്താലുള്ള ഗുണം ഈ പറഞ്ഞ പോലെ സിം കാർഡ് ഇട്ട് ഇൻ്റർനെറ്റ് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ എല്ലാം ഫോണുകളിൽ സിം കാർഡിനകത്ത് പലരും മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഇതിനകത്തേക്ക് വൈഫൈ ഉള്ളി എടുത്താൽ പോലും നമ്മുടെ മൊബൈൽ ഡാറ്റ ഹോട്ട്സ്പോട്ട് വഴി ഷെയർ ചെയ്ത് ഇതിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് വൈഫൈ യൂസ് ചെയ്യാം. അപ്പോൾ 2000 രൂപ ഒരു മോഡലിൽ വെറുതെ LT വേരിയൻറ്റിന് വേണ്ടി കൂടുതൽ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വൈഫൈ ഉള്ളി എടുത്താലും മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടാബ്ലറ്റ് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി, ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ, ഇതെല്ലാം അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഇതെല്ലാം മനോഹരമാണ്. ബാറ്ററിയും ഒക്കെ ആവശ്യത്തിന് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് തന്നെയാലും മനോഹരമായിട്ടുള്ള ഒരു കോമ്പാക്ട് സൈസ് ടാബ്ലറ്റ് തന്നെയാണ് റിയൽമി പാഡ് മിനി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നി വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.